അപ്പർ കുട്ടനാട്ടിലും തിരുവല്ലയിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. റോഡുകളിൽ ഗതാഗത തടസ്സം രൂക്ഷം. MC റോഡിലും വെള്ളക്കെട്ടുണ്ട്. തിരുവല്ലയിൽ നിന്ന് അർജുൻ മട്ടന്നൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപ്പർ കുട്ടനാടിന്റെ പല ഭാഗങ്ങളിലും തിരുവല്ല, ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും ഇന്ന് പുലർച്ചെ മുതൽ വലിയ വെള്ളക്കെട്ടാണ്. പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2018 പ്രളയത്തിന് ശേഷം ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ നാട്ടുകാരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വലിയ തോതിൽ മാലിന്യങ്ങളടക്കം ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. മണിമലയാറിന്റെ കൈത്തോടായ മധുരമ്പുഴയാറിനോട് ചേർന്നുള്ളൊരു ഭാഗമായ കുറ്റൂരിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ വെള്ളം ഇറങ്ങിയാൽ തന്നെ ഈ മാലിന്യം നീക്കാൻ വേണ്ടി എനിക്ക് ഒരാഴ്ച തന്നെ ഇവിടെ പണിയെടുക്കേണ്ടി വരും. വിളി നാളെ വരെ എടുക്കേണ്ടി വരും. എത്ര രൂപ ചിലവാകും നിങ്ങൾ തന്നെ ആലോചിക്കുക. എനിക്ക് ഇത്ര നാളായിട്ട് ഒരു വരുമാനമില്ല. എൻ്റെ ഒരു 9 മാസമുള്ള കൊച്ചിനെ ഏതോ ഒരു വീട്ടിൽ ഞാൻ കൊണ്ടാക്കിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം വീട്ടിലുള്ള സാധനങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി. കാരണം ഒരു ഉറപ്പില്ല. കാരണം വരുന്ന സാധനങ്ങൾ എന്തുവാ, തടിയാണോ ഒന്നും നമുക്കറിയത്തില്ല. ഈ വരുന്ന സാധനങ്ങൾ പോകത്തില്ല. വരുന്ന മലമ്പാമ്പാണോ വരുന്ന എന്തുവാന്ന് നമുക്കറിയത്തില്ല. ആ ഒരു അവസ്ഥയാണ് നമുക്ക്. ഇപ്പോൾ കണ്ടില്ല സാർ, കണ്ടില്ല ഇതിലെയാണ് ഒഴുകി വരുന്നത്. ഇതിലെ ഒഴുകി വന്നിട്ട് ഇതെങ്ങോട്ട് പോകും? ഇവിടെ കിടക്കും, ഒന്നും പോകില്ല. ഇത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുതന്നെ നമുക്ക് സൈഡൊന്ന് കെട്ടിത്തരുമോ എന്നാൽ ഇപ്പോൾ തന്നെ എൻ്റെ വീട് 10 സെൻറ്റ് സ്ഥലമായിരുന്നു. ഇപ്പോൾ അത് 6 സെൻറ്റ് പോലും കാണത്തില്ല. കാരണം അത് മൊത്തം ഈ ആറിടിച്ച് പോയി. അവിടുന്ന് ഒരു തോടിങ്ങോട്ട് വരുന്നുണ്ട്. എന്താ തോടങ്ങ് വേണ്ടാന്ന് വെച്ചാൽ മതി. അവിടെ എല്ലാ പ്രാവശ്യം ഷട്ടർ ഇട്ട് വെക്കും. ഈ ഷട്ടർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഈ വെള്ളം ഇറങ്ങത്തില്ല. പല വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിയോ? അങ്ങനെ താഴോട്ടൊക്കെ ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ വീടുകളിൽ നിന്ന് ഇപ്പോൾ ആളുകളെ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ വള്ളത്തേലും എല്ലാമായിട്ട് ഞങ്ങൾ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കും. ഇവിടെ എല്ലാം ബംഗാളികളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മളിപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം അടുത്തടുത്ത് മുകളിലോട്ടുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ ഇനിയും വെള്ളം കയറുന്നതനുസരിച്ച് ഞങ്ങൾ അതിനെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല വീടുകളിലും വെള്ളം കയറാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സാധനങ്ങൾ മാറ്റണം, പിന്നെ ആൾക്കാരെ മാറ്റണം. അതിനുവേണ്ടി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതുതന്നെയാണ് 2018 പ്രളയമുണ്ടാക്കിയ വലിയ ദുരിതം ഇവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോഴുള്ള പ്രതിസന്ധി. അതായത് വീടിനകത്ത് വെള്ളം കയറുന്നു, അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ആളുകൾ മാറി താമസിക്കേണ്ടി വരുന്നു തുടങ്ങിയ സാഹചര്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറം ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും തീരാത്ത പ്രതിസന്ധിയാണ്. അതിനുശേഷവും ഈ മാലിന്യങ്ങൾ മാറ്റാനുള്ള പ്രതിസന്ധി. അതോടൊപ്പം തന്നെ എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിൽ വെള്ളവും മാലിന്യവും വീടുകളിലേക്ക് കയറാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നതാണ് ഈ കുറ്റൂരിലെ നാട്ടുകാരടക്കം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവല്ല.